ഹലോ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ യാത്ര കരിങ്കുന്നത്തേക്കാണ്. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ കാരണവന്മാർ ഹൈ റേഞ്ചിലേക്ക് കുടിയേറിയത്. ആദ്യം നമ്മൾ പോകുന്നത് ലിറ്റിൽ ഫ്ലവർ നെടിയകാട് പള്ളിയിലേക്കാണ്. ഈ പള്ളി കൊച്ചുത്രസ്യാമയുടെ നാമത്തിൽ ഉള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ പൂർവികർ വിശ്രമിക്കുന്ന കബറിടത്തിലേക്കാണ്. അവിടെ അവരോടൊപ്പം കുറച്ചു നേരം സംസാരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് യാത്രയാകും. കുറച്ച് സമയം എടുത്തിട്ട് അവരുടെ കല്ലറകൾ കണ്ടുപിടിക്കാനായിട്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ വരാറില്ലായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ കരിങ്ങട്ടിയിൽ ഫാമിലിയിൽപ്പെട്ട കാരണവന്മാരെയൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ അവരോടൊപ്പം കുറച്ച് നേരം സമയം ചെലവഴിച്ചു അവിടെ നിന്ന് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ കരിങ്കുന്നം ടൗൺ കാണാനാണ്. കരിങ്കുന്നം ടൗണിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ആരംഭിച്ചു. അങ്ങനെ നമ്മുടെ കരിങ്കുന്നത്തെ ഷാപ്പും എല്ലാം കണ്ട് അടുത്ത ഒരു പള്ളിയും കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് കരിങ്കുന്നം ഷാപ്പ്. കോട്ടയം രൂപതയുടെ ഒരു പള്ളിയും കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ പള്ളിയും കൂടെ കാണാമെന്ന് വിചാരിച്ച് നമ്മൾ പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ആ പള്ളി അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കയറി കാണാനും സാധിച്ചില്ല. ഇതാണ് കോട്ടയം രൂപതയുടെ കീഴിലുള്ള ഒരു പള്ളി.
സിറ്റിയുടെ നടുക്കായിട്ട് തന്നെ നമുക്കൊരു കരിങ്കുന്നം പോലീസ് സ്റ്റേഷൻ കാണാൻ സാധിക്കും. അങ്ങനെ സിറ്റിയുടെ അവസാനമായിട്ട് നമുക്ക് സ്കൂളും ഉണ്ട്. അതിനുശേഷം ഉള്ളത് ഏറ്റവും ലാസ്റ്റ് കാണുന്നത് വില്ലേജ് ഓഫീസാണ്. അതോടെ നമ്മുടെ കരിങ്കുന്നം യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കരിങ്കുന്നത്ത് കാണാനുള്ളത്. മെയിനായിട്ട് 2 പള്ളി, പിന്നെ ഒരു നമ്മുടെ കാരണവന്മാരെ കാർമാദിച്ചുകൊണ്ടിരുന്ന ഒരു ഷാപ്പ്, കാരണവർ പഠിച്ച ഒരു സ്കൂള്, പിന്നെ ഒരു പോലീസ് സ്റ്റേഷൻ, ഒരു വില്ലേജ് ഓഫീസ്, ഇതൊക്കെ കൂടുന്ന ഒരു ചെറിയൊരു പ്രദേശം തന്നെയാണ്, വലിയ ടൗണൊന്നും അല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വ്ളോഗുമായി ഉടനെ നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.